കുക്കിന്റെ പേരെന്തായിരുന്നു? അശ്വിൻ. അശ്വിൻ. അവനുണ്ടാക്കുന്ന ഒരു ഉഗ്രം ഭക്ഷണം, ഒരു പ്രോൺസിന്റെ ഒരു പച്ചക്കളർ കറിയാണ്. നിർവാണ. ഒരു നിവൃത്തിയില്ല, നിർവാണൊക്കെ തന്നെ. പക്ഷെ കൊള്ളാം. അശ്വിൻ ഒരു പ്രൊമോഷൻ ആവട്ടെ. അതെ, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് നിർവാണയാണ്. സംഭവം സിമ്പിളാണ്. ഞങ്ങൾക്ക് അല്ലെങ്കിലും ചിക്കൻ ആയാലും ഒക്കെ ഒരു തേങ്ങാപ്പാലിട്ടാൽ ഞങ്ങൾക്കൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മളൊരു 1/2 കിലോ പ്രോൺസാണ് ഇതിനെടുത്തിട്ടുള്ളത്. ടൈഗർ പ്രോൺസാണ്. നമ്മൾ പിന്നെ അവനെപ്പോലെ അത്രയും അങ്ങോട്ട് പണക്കാരല്ലാത്തത് കൊണ്ടാണ് പ്രോൺസൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിനയില, ഇതെല്ലാം കൂടെ നമുക്ക് ഒത്തിരി വിനിഗറും കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരക്കുന്നുണ്ട്. ഞാൻ ഒഴിച്ചത് വിനിഗർ എസൻസ് ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചത്. 8 മണി കുരുമുളക് ഇട്ട ശേഷം ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ മഞ്ഞൾ, മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്നും കൂടെ അരച്ചെടുത്ത് ആ ഒരു ചെമ്മീൻ കഷ്ണാക്കി വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടിരുന്നു കേട്ടോ, പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കാം. ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 1-ാം പാലും 2-ാം പാലും ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിതിന് കൂടെ പത്തിരിയാണ് കേട്ടോ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഈ ഒരു ചെമ്മീൻ അതിലേക്ക് ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചെമ്മീൻ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് അത് കുറച്ച് ലിക്വിഡായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. കുറച്ചൊരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ കുക്കായി വന്ന ശേഷം നമുക്ക് ഈ ഒരു ഗ്രേവി അതിൻ്റെ ആ ചെമ്മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അത് നന്നായിട്ട് ഈ ഗ്രേവിയും കൂടെ ചെമ്മീനിലേക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് സമയം കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ഈ ഒരു ഗ്രേവിയും ചെമ്മീനും കൂടെ നമ്മൾ അടച്ച് വെച്ച് ഇനി തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് കുക്കായി കിട്ടും. ഓൾറെഡി വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് കുക്കായതാണ്. ഇതുണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായ ശേഷം നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോളം വെള്ളം വേണോ ആ ഒരു കണക്കിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. എനിക്കിവിടെ 1-ാം പാലിനെ ഫുൾ ഒഴിക്കേണ്ടി വന്നിട്ടില്ല. ആ തേങ്ങാപ്പാൽ ജസ്റ്റ് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഓഫാക്കി മൂടി വെക്കാം. ഞാനിങ്ങനെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കാറുണ്ട്. ഏലക്കായും പട്ടയുടെ ഒരു കഷ്ണം, കുറച്ച് 2-3 പുതിനയില ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കാം. കുറച്ച് സമയം അങ്ങനെ നിന്ന ശേഷമാണ് ഇത് സെർവ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ പ്രോൺസ് നിർവാണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പത്തിരിയിലേക്ക് ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂട്ടിയെടുത്തതാണ് കേട്ടോ. പത്തിരിയിലേക്ക് കുറച്ച് വെള്ളത്തിൽ വേണമല്ലോ എല്ലാവർക്കും കറി ഒഴിക്കാനൊക്കെ വേണമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ എടുക്കാം. അപ്പോൾ സംഭവം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ബാക്കിയുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളത് ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേന്ന് ഇതുപോലെ നമ്മൾ കുറച്ച് 1/2 കിലോ ഞണ്ട് വാങ്ങിച്ചിട്ട് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ 1/2 കിലോ ഒക്കെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വലിയ എക്സ്പെൻസ് വരില്ല, നമുക്കും ടേസ്റ്റൊക്കെ അറിയാമല്ലോ. അങ്ങനെ നമ്മൾ ആ സെയിം മസാല തന്നെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഞണ്ടിലേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് മൂടി വെക്കുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച ശേഷം നമ്മൾ അതുപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്ത് അതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഞണ്ടായതുകൊണ്ട് കുറച്ചധികം സമയം തന്നെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു മസാലയൊക്കെ പുരട്ടിയ ശേഷം. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു. ഈ ഞണ്ടിൻ്റെ ഓരോരോ പീസസും ഇങ്ങനെ നിരത്തി വെച്ചെടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം. അതിന് മാത്രമുള്ള ഓയിലേ ഞാൻ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഞണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുക്കായോ പെട്ടെന്നൊന്നും മനസ്സിലാക്കാനും പറ്റില്ല. ഈ കാലുകളും ഒക്കെ ആണല്ലോ കൂടുതലും ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കുറച്ചധികം സമയം തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇന്നലെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ബാക്കി വന്നിരുന്നല്ലോ, ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തേങ്ങാപ്പാൽ ബാക്കി വന്നതുകൊണ്ടാണ് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഞങ്ങളിതുപോലെ ചിക്കനും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചിക്കനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ തേങ്ങാപ്പാൽ ഇട്ടിട്ടുള്ള കറികളൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ അധികം എരിവൊന്നും ഇഷ്ടമില്ലാത്തവർ കുട്ടികൾക്കും ഒക്കെ നല്ലതായിട്ട് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഞണ്ടൊക്കെ ഒന്ന് കുക്കായി വന്ന ശേഷം ആ ഒരു മസാലയും കൂടെ അതിലേക്ക് ഒഴിച്ചൊന്ന് ചൂടാക്കി വേവിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇതിലേക്ക് ഞണ്ടിലേക്ക് നമ്മളെടുത്ത് പെയർ ചെയ്യാനുള്ളത് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തിയും നമ്മൾ റെഡിയാക്കി കൊണ്ടുവെക്കുന്നുണ്ട്. നമ്മൾ ഈ തേങ്ങാപ്പാൽ ഫ്രിഡ്ജ് വെച്ചതുകൊണ്ട് കുറച്ചൊരു ഇത് കണ്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇന്നത്തെ കുറച്ച് തള ഏറിപ്പോയിട്ടോ, അതുകൊണ്ട് കുറച്ച് പിരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഇത്ര തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാവുമ്പോൾ തന്നെ ഓഫാക്കാം. അപ്പോൾ ചപ്പാത്തിയിലേക്കായാലും കുറച്ച് വെള്ളം പോലെയുള്ള കറിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ കുറച്ചധികം തേങ്ങാപ്പാലും കുറച്ചധികം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വെള്ളം ഫുള്ളും അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. കുറുകിയ ചാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ച് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ ശേഷമാണ് സെർവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഞണ്ട് നിർവ്വാണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും ഒന്നിനൊന്ന് വെച്ചായിരുന്നു. കുറച്ചും കൂടെ ഒരു ബെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ചെമ്മീനായിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ വീക്കെൻഡിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.